ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക ലക്ഷ്യമിട്ട് പടിഞ്ഞാറങ്ങാടിയിൽ കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിച്ചു വരുന്ന മാസ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ഇനി പുതിയ കെട്ടിടത്തിലേക്ക് 6000 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായും ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടത്തിൽ മാസ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ പ്രവർത്തനം. ആരോഗ്യമുള്ള സമൂഹത്തിന്റെ നിർമ്മിതിക്കായി അണിനിരക്കുക എന്ന ലക്ഷ്യമിട്ടാണ് നിങ്ങൾക്കായി തികച്ചും ആധുനികവൽക്കരിച്ചിട്ടുള്ള പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കുടുംബാരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും അവർക്ക് വന്നു പോകുന്നതിനുള്ള വാഹന സൗകര്യവും മാസ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ മാത്രം പ്രത്യേകതയാണ്. എയർ കണ്ടീഷൻ സൗകര്യത്തോടെ മികച്ച പരിശീലകരുടെ കീഴിലാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം. SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവർക്ക് 50% ഫീസ് ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാർഡിയോ സെക്ഷൻ ഉദ്ഘാടനം കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിലും നിർവഹിച്ചു. OK ഫാറൂഖ്, വാർഡ് മെമ്പർമാരായ ഹരി, ഫവാസ്, സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാപനങ്ങൾ നമുക്ക് പുതുതായി വന്നു കാണാം. നമ്മുടെ 4 റോഡിലും നമുക്ക് കാണാം. തെത്താല റോഡിനാണെങ്കിലും ശരി, പറക്കളം റോഡിനാണെങ്കിലും ശരി, അതുപോലെ എടപ്പാൾ റോഡിനാണെങ്കിലും തണ്ണീർത്തോൾ റോഡിനാണെങ്കിലും ശരി, നമ്മുടെ ആരോഗ്യ മേഖലയുടെ വികസനം എന്ന് പറയുന്നത് ആതുര സേവന രംഗത്തുള്ള സ്ഥാപനങ്ങളുടെ വളർച്ചയാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇത്തരം ആതുര സേവന രംഗത്തുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം കൂടുതലാണോ അത് നമ്മുടെ ആരോഗ്യ മേഖല തളർന്നു എന്നാണ് അതിന് അർത്ഥം. അപ്പോൾ മാസ് ഫിറ്റ്നസ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഇവിടെ സവിസ്തരം സൂചിപ്പിച്ചു. ഇനിയും പുതിയ കാര്യങ്ങൾ കാലത്തിനനുസൃതമായി അവർ നിങ്ങൾക്ക് തരുന്നതാണ്. എന്തായാലും അതെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് കരുത്ത് കൂട്ടുന്നതിനായി അല്ലെങ്കിൽ ആരോഗ്യത്തിന് മാറ്റുകൂട്ടുന്നതിനായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതിൻ്റെ MDയിൽ നിന്നുണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ആരോഗ്യം എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ നല്ല മസിലൊക്കെ പെരുപ്പിച്ച് നടക്കുന്നതാണോ? രോഗമില്ലാത്തൊരവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊക്കെ ഒരു പ്രാഥമികമായ വിവരം. രോഗമില്ലാത്ത അവസ്ഥ കാത്തു സൂക്ഷിക്കുമ്പോൾ അതിന് കരുത്ത് പകരുന്നതിനായി അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിനായി ഇത്തരം സ്ഥാപനങ്ങൾ പരമാവധി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് മസിലിൻ്റെ അല്ലെങ്കിൽ മസിലിനെ പെരുപ്പിക്കാൻ മാത്രമല്ല, അതിനപ്പുറമുള്ള വ്യായാമങ്ങളും അതുപോലെ തന്നെ എക്സസൈസുകളും ഒക്കെ ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ നന്നായിട്ട് നമുക്ക് കുഴപ്പമൊന്നും പറ്റാത്ത രീതിയിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ സ്ഥാപനം വീണ്ടും ആധുനിക രീതിയിൽ ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് ഉപയോഗിച്ച് നമ്മൾ പുതിയ ഈ കെട്ടിടത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കെട്ടിടത്തിലേക്ക് വന്നതിൽ നിങ്ങളെ പ്രത്യേകിച്ച് സെൽറ്റാൻ സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഏതായാലും നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ അവർക്കുണ്ടാകണം. വരുംകാലം ഉദ്ഘാടനം പെട്ടെന്നായിരുന്നു, നാളെ സെൽറ്റ് മുഴുവൻ
അതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് ഉദ്ഘാടനം ഉണ്ടായതാണ്. ഏതായാലും വരും കാലങ്ങളിൽ നമ്മുടെ പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് ഇന്ന് ചെറുപ്പക്കാർക്കൊക്കെ പെട്ടെന്നാണ് അസുഖങ്ങൾ. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകണം. ആ സ്ഥാപനങ്ങളിൽ വിജയകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഇവിടെ പ്രഖ്യാപനങ്ങൾ നടത്തി ആ പ്രഖ്യാപനങ്ങളിൽ പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രത്യേക ഓഫർ നൽകുകയാണ്. കാരണം അവരാണ് 24 മണിക്കൂറും കർമ്മനിരതരായി കക്ഷി രാഷ്ട്രീയത്തിലും ജാതി മത ചിന്തകൾക്ക് അതീതമായി നാടിന്റെ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആരോഗ്യം ഏറ്റവും പൂർണ്ണമായി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കുറിച്ചുകൊണ്ട് നമ്മുടെ ഈ സെന്ററിൽ മാസ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്നൊരു ആരോഗ്യ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആരോഗ്യ രംഗത്തിന് മുമ്പേ പലരും സംസാരിച്ചതുപോലെ തന്നെ വലിയൊരു മുന്നേറ്റം ഇതിലൂടെ സാധ്യമാവുമെന്ന് തന്നെയാണ് എന്നോട് പ്രതീക്ഷ. അതിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അറിയിക്കുന്നു. പടിഞ്ഞാറങ്ങാടി അനുദിനം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗണായി തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെ മാറിയിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് ഹെൽത്ത് ഈസ് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ധനം എന്നുള്ളത് അതിനൊരു പ്രയോറിറ്റി നൽകിക്കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സംരംഭം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് നമ്മുടെ ആരോഗ്യമാണ് എന്നുള്ള തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിലുള്ള ജിംനേഷ്യം സെന്ററുകൾ ഇവിടെ വർദ്ധിച്ചു വരുന്നത്.